കുരിശ് യാത്രയിൽ ഈശോ പലതവണ വീഴുന്നുണ്ട്. ദൈവപുത്രനായിരുന്നിട്ടും അവിടുന്ന് വീണു. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. വീഴുക എന്നത് പരാജയമല്ല, മറിച്ച് എഴുന്നേൽക്കാതിരിക്കുക എന്നതാണ് പരാജയം. നമ്മുടെ പാപങ്ങളും ബലഹീനതകളും നമ്മെ തളർത്തുമ്പോൾ തകർന്നടിഞ്ഞ നിലത്ത് നിന്ന് വീണ്ടും എഴുന്നേൽക്കാനുള്ള ആത്മബലം കുരിശിലെ ഈശോ നമുക്ക് തരുന്നു. ഈശോ വീഴുമ്പോൾ അവിടെ കൂടെ നിന്നവർ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇനി ഇയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ ഓരോ തവണയും അവിടുന്ന് എഴുന്നേറ്റു. ഈ എഴുന്നേൽക്കലാണ് കുരിശ് യാത്രയിലെ ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ആവർത്തിച്ച് ചെയ്യുമ്പോഴോ, ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോഴോ നാം നിരാശരാകാറുണ്ട്. എന്നാൽ ഈശോ നൽകുന്ന സന്ദേശം ഇതാണ്: എത്ര തവണ വീണു എന്നതല്ല, എത്ര തവണ വീണ്ടും എഴുന്നേറ്റു കുരിശുമായി മുന്നോട്ട് നീങ്ങി എന്നതിലാണ് നമ്മുടെ വിജയം. നീതിമാൻ 7 പ്രാവശ്യം വീണാലും വീണ്ടും എഴുന്നേൽക്കും എന്ന സുഭാഷിത വചനത്തിൻ്റെ പൂർണ്ണരൂപമാണ് കുരിശിൻ്റെ വഴിയിൽ നാം കാണുന്നത്. കാൽവരിക്കപ്പുറം ഒരു ഉയർപ്പുണ്ട്. കുരിശുമരണമില്ലാതെ ഉത്ഥാനമില്ല. ഇന്നത്തെ നമ്മുടെ കണ്ണീരും കഷ്ടപ്പാടും നാളത്തെ വലിയൊരു സന്തോഷത്തിലേക്കുള്ള വഴിയാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.